തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ചൂലുമായി ഒരു യുവാവിൻ്റെ യാത്ര. കൂത്താട്ടുകുളം സ്വദേശി അജിത് പി എയുടെ യാത്രയ്ക്ക് പ്രതിഷേധത്തിൻ്റെ തീയാണ് കരുത്ത്. യാത്രയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടന്നിരുന്നത്. ഒരു ലക്ഷത്തിലധികം ചൂലുകൾ, 101 ദിവസത്തെ യാത്ര. തെക്ക് തിരുവനന്തപുരത്ത് നിന്ന് വടക്ക് കാസർഗോട്ടേക്ക് അജിത്ത് നടക്കുകയാണ്. സംരംഭക യാത്ര എന്നാണ് അജിത്ത് ഈ നടപ്പിന് പേരിട്ടിരിക്കുന്നത്. പരാജിതരായ വ്യവസായികൾക്ക് പ്രചോദനമാകണമെന്ന ചിന്തയാണ് അജിത്തിനെ നടത്തിക്കുന്നത്. പല സംരംഭങ്ങളും ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥ നിസ്സഹകരണവും തൊഴിലാളി പ്രശ്നവും എല്ലാ സംരംഭങ്ങളുടെയും നടുവൊടിച്ചു. കേരളം വ്യവസായ സൗഹൃദം എന്ന വാക്കിൽ മാത്രമാണുള്ളത്. പുതിയ സംരംഭകർക്ക് ആത്മവിശ്വാസം പകരാനും തൻ്റെ യാത്ര ഉപകരിക്കുമെന്ന് അജിത്ത് പറയുന്നു. ഈ യാത്രയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരുപാട് സംരംഭങ്ങൾ വരുന്നുണ്ട്. പല കാരണങ്ങളെ സംരംഭങ്ങളെല്ലാം തകർന്നു പോകുന്നുണ്ട്. സംരംഭകർക്ക് അനുകൂലമായ ഒരു കാലാവസ്ഥയല്ല ഇന്ന് കേരളത്തിലുള്ള. സംരംഭക സൗഹൃദം എന്ന് പറയുമ്പോഴും നമ്മൾ ശരിക്കും പറഞ്ഞാൽ കളിയാക്കുവാണ്. വെറും ഒരു ബ്രോയിലർ കോഴികളുടെ അവസ്ഥയാണ് ഇന്ന് കേരളത്തിലെ സംരംഭകരുടെ അവസ്ഥയും അതുപോലെ തന്നെ യുവാക്കൾക്ക് അവസ്ഥയും. യാത്രയിൽ സഹചാരിയായി ചൂലിനെ കൂട്ടിയതിന് പിന്നിലും അജിത്തിന് ഒരു ന്യായമുണ്ട്. ഇന്ന് കേരളത്തിലെ സംരംഭങ്ങൾക്ക് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ പറയാനുള്ള ഉദാഹരണം ചൂല് മാത്രമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യപ്പെടുമ്പോൾ മാത്രം ഉപയോഗിക്കാനും അല്ലാത്തപ്പോൾ വലിച്ചെറിയപ്പെടാനും ഉള്ള ഒരു ഉപകരണമാണ് ചൂല്. 101 ദിവസം കൊണ്ട് കാസർഗോഡ് യാത്രയെത്തുമ്പോൾ 1 ലക്ഷം ചൂലും വിറ്റ് തീർക്കണമെന്നതാണ് ലക്ഷ്യം. ചൂലൊന്നിന് ഇത്ര പൈസ എന്ന കണക്കൊന്നുമില്ല. സൗജന്യമെങ്കിൽ അങ്ങനെയും നൽകും. സംരംഭങ്ങളെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരായാൽ മതിയെന്ന ചിന്ത മാത്രമാണ് അജിത്തിനുള്ളത്. ക്യാമറാമാൻ വിപിൻ വേളിക്കൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം.